ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. മാർച്ച് 6 മുതൽ 10 വരെ 5 ദിവസങ്ങളിലായി നീണ്ടുനിന്ന കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചതോടെ ബൈബിൾ കൺവെൻഷന്റെ ആരംഭം അറിയിച്ചു ചാപ്പലങ്കടത്തിൽ ഉയർത്തിയ കൊടി സുവിശേഷ സംഘം സെക്രട്ടറി ജോർജ് ഇടപ്പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ ഇറക്കി. വടകര മേഖല കൂത്താട്ടുകുളം സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളം സെന്റ് ജോൺസ് ചാപ്പലിൽ നടന്നുവരുന്ന 75ാമത് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ വിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് അവസാനിച്ചു. ദേശത്തിന്റെ നാനാതുറകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ പങ്കുചേരുവാനെത്തിയത്. ദിവസവും വൈകുന്നേരം 6 മുതൽ 9 വരെ നടന്നുവന്ന യോഗം വൈദിക ശ്രേഷ്ഠരുടെ മേൽനോട്ടത്തിൽ സുവിശേഷ സംഘം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയായിരുന്നു. അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്ത ബൈബിൾ കൺവെൻഷന്റെ എല്ലാ ദിവസങ്ങളിലുമുണ്ടായ മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യവും അനുഗ്രഹപ്രദമായി. ഫാദർ ഏലിയാസ് ജേക്കബ് ചെറുകാട്ട്, അഭിവന്ദ്യ സഖറിയാസ് മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്ത, ഫാദർ എബി ഫിലിപ്പ്, ഫാദർ അലക്സ് ജോൺ, മെർലിൻ ജി മാത്യു എന്നിവർ വചന ശുശ്രൂഷ നൽകി. സുവിശേഷ സംഘം പ്രസിഡന്റും വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരിയുമായ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം, സുവിശേഷ സംഘം കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ, ജോയിന്റ് കൺവീനർ രാജു കുരുവിള, സെക്രട്ടറി ജോർജ് ഇടപ്പുതുശ്ശേരിയിൽ, പബ്ലിസിറ്റി കൺവീനർ CK ഏലിയാസ്, വടകര മേഖല കൂത്താട്ടുകുളം സുവിശേഷ സംഘത്തിന്റെ ദേവാലയങ്ങളെ പ്രതിനിധീകരിക്കുന്ന വൈദികർ, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഫാദർ ബാബു വർഗീസ്, ഫാദർ ബിനോയ് ബിജു എന്നിവരുടെ പ്രാർത്ഥനകളുടെയും ഒരുക്കങ്ങളുടെയും ഫലമായാണ് അനുകൂല കാലാവസ്ഥയിൽ അനുഗ്രഹപ്രദമായി കൺവെൻഷൻ പൂർത്തിയാക്കാൻ സാധിച്ചത്. ഫാദർ അജീഷ് ബാബു, ഫാദർ ബേസിൽ മണ്ണാത്തിക്കുളം, ഫാദർ എൽദോസ് ജോൺ കടുമാക്കിൽ, ഫാദർ ബിനോയ് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ദീർഘനാളത്തെ പരിശീലനങ്ങൾക്ക് ശേഷം തയ്യാറായ സുവിശേഷ ഗായക സംഘം വിശ്വാസികളിലെ ആത്മീയവും ദൈവികവുമായ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രാപ്തമാക്കി. കൂത്താട്ടുകുളം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ ടൗൺ ചാപ്പൽ അങ്കണത്തിൽ നടന്ന ബൈബിൾ കൺവെൻഷന്റെ സമാപന സമ്മേളനം അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വളരെ സദസ്സ് നിറഞ്ഞ ഒരു കൺവെൻഷനായിരുന്നു. സഭയിൽ വഴക്കിന്റെയും ഭിന്നിപ്പിന്റെയും കാലത്ത് അത് കാര്യമായി ശോഷിച്ചു. കോവിഡ് കാലങ്ങളിൽ അത് വീണ്ടും ശോഷിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 50-60 വിശ്വാസികൾ മാത്രമാണ് അത് സംബന്ധിച്ചത്. ഇന്ന് വീണ്ടും അതിന് നഷ്ടപ്പെട്ട ഒരാരോഗ്യം വീണ്ടെടുക്കുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. അത് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അറിയാം, നമുക്ക് പൈതൃകമായി കിട്ടിയത് സഭയിലെ വഴക്കാണ്. ഭിന്നിച്ച അവസ്ഥയിലായിരുന്നു. അന്തരീക്ഷം വളരെ മോശമായിരുന്നു. അതിന് നമ്മളെല്ലാം ആഗ്രഹിച്ചത് ഈ സഭയിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും എന്നാണ്. അത് നടന്നില്ല എന്ന് വരികയിലും ഭാഗികമായി എങ്കിലും ഒരാശ്വാസം കിട്ടിയ ഒരു സന്ദർഭമാണ്. സുവിശേഷ സംഘം പ്രസിഡന്റും വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരിയുമായ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ ഇതിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രിയപ്പെട്ട രാജചേട്ടനുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. നമ്മുടെ ഈ വർഷത്തെ പീഡാനുഭവ വാര ശുശ്രൂഷയോടനുബന്ധിച്ച് വടകര പള്ളിയിൽ വെച്ച് അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ച 2 മണിക്ക് കൃത്യസമയത്ത് തന്നെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും
വളരെ സന്തോഷത്തോടെ വടകര പള്ളിയിലേക്ക് ഞാൻ കാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെ സാന്നിധ്യം ആ കാവ്യയുടെ ശുശ്രൂഷയിലെ നിങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. ജോയിന്റ് കൺവീനർ രാജു കുരുവിള നന്ദിയും രേഖപ്പെടുത്തി. 75ാം ബൈബിൾ കൺവെൻഷന്റെ കൊടി ഇവിടെ ഇറങ്ങുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി ചാപ്പൽ അങ്കണത്തിൽ ക്രമീകരിക്കപ്പെട്ട വേദിയും സദസ്സും പ്രൗഢഗംഭീരമായിരുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ 6 മാസങ്ങളായി ഈ ഒരു ദിനത്തിനു വേണ്ടി നമ്മൾ കാത്തുകാത്തിരിക്കുകയായിരുന്നു. വടകര മേഖലാ കുത്താട്ടുകളും സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏറെ ഒരുക്കങ്ങൾ നമ്മളിവിടെ നടത്തി. അതിന്റെ ഫലമായി ഈ മേഖലകൾ, ഈ കൂത്താട്ടുളം ചാപ്പൽ അങ്കണത്തിൽ 25 മധ്യസ്ഥ പ്രാർത്ഥനകളും ഈ മേഖലകളിൽ ഓരോ പള്ളികളിലും പ്രാർത്ഥനാ യോഗങ്ങളും നടത്തപ്പെട്ടു. ഇതിന്റെ നിറവിലാണ് ഇന്ന് നമ്മളിവിടെ ഈ സുവിശേഷ ഈ ബൈബിൾ കൺവെൻഷൻ നടന്നത്. ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി നമ്മൾ കൂടുതൽ ആളുകളെ പരിചയപ്പെടുവാനും കൂടുതൽ പള്ളികളെ പരിചയപ്പെടുവാനും കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ ഒരു അവസ്ഥ നൽകുന്നുണ്ട്. ഈ മേഖലകളിലെ 8 പള്ളികളും 3 ചാപ്പലുകളും ആളുകളെ പരസ്പരം നേരിട്ട് അറിയുവാനും സന്തോഷം പങ്കിടുവാനും പേര് ചൊല്ലി വിളിക്കുവാനും പറ്റുന്ന ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബം ഈ മേഖലയും ഒരു കുടുംബമായി വർദ്ധിക്കാൻ കഴിയുമെന്നും അത് സാധിക്കണമേ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. മറ്റു വൈദികരുടെ സാന്നിധ്യത്തിൽ സുവിശേഷ സംഘം കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ഒന്നുചേർന്ന് നടത്തിയ തിരിതെളിച്ചുള്ള പ്രാർത്ഥനയോടെ ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം.